അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇനി വന്നിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയ സമയത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പേരാമ്പ്രയുള്ള ബഡാ ബസാർ എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഇതേ മിത്തുവിൻ്റെ ബാഗാണ് കേട്ടോ. ഇതൊരു യൂണിക്കോൺ തീമിൽ വന്നിട്ടുള്ള ഒരു പിങ്ക് കളറിലുള്ള ബാഗാണ് കേട്ടോ. പിന്നെ ഇതാ ഇതിൽ 2 സിബ് വരുന്നുണ്ട് കേട്ടോ. അതേ ഫസ്റ്റ് സിബ് ഇതാണ്, പിന്നെ അതേ സെക്കൻഡ് സിബ് ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു സംഭവമുണ്ട്. പിന്നെ അതേ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ, അറ്റാച്ച് ആയിട്ടുള്ളതിനാണ് ഒരു കുഞ്ഞ് പൗച്ച്, നല്ല പിങ്ക് കളറിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഡിസൈനൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് പൗച്ചാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള. അപ്പോൾ അടുത്ത് വന്നിട്ട് അവളുടെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളറിലൊരു പ്രിൻസസ് തീമിലുള്ളൊരു ടിഫിൻ ബോക്സ് ആണ് ഇത്. നമ്മളിത് ഇവിടെ തുറക്കുമ്പോൾ അതിൽ നമുക്കിത് ഒരു സ്പൂണൊക്കെ ഉണ്ട്, നമുക്ക് ടിഫിനൊക്കെ അതിൽ വെക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും കുഴപ്പമില്ല, കറിയോ നമുക്കിത് ഇതുപോലത്തെ 2 കുഞ്ഞു കള്ളികളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ടിഫിൻ ബോക്സ് വന്നിട്ട് കേട്ടോ. അത് നമുക്ക് ലഞ്ച് ബോക്സോ സ്നാക്സ് ബോക്സോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ് ഒരു പൗച്ചാണ് കേട്ടോ, യൂണിക്കോണിൻ്റെ തീമിൽ വന്നിട്ടുള്ള പൗച്ചാണ്, ചെറിയൊരു ലാവൻഡർ ഷെയ്ഡുള്ള. പിന്നെ ഇത് അവളുടെ കുപ്പിയാണ്, യൂണിക്കോൺ തീമിലുള്ള ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേയും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ മിത്തുവിൻ്റെ കുപ്പി യൂണിക്കോണാണ്, പൗച്ച് യൂണിക്കോണാണ്, ബാഗും യൂണിക്കോണാണ്. ടിഫിൻ ബോക്സ് വന്നിട്ട് ചെറിയൊരു പ്രിൻസസ് ടൈപ്പ് ആയി പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇല്ലേ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പൗച്ച് ചെറുതായിട്ടൊരു ലാവൻഡറായി പോയെങ്കിലും അതൊന്നും വലിയ വിഷയമല്ല, പക്ഷെ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരു പിങ്ക് മയന്തിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ. പിന്നെ അടുത്ത് വന്നിട്ട് ഐദുവിൻ്റെ ആണ് ഒരു ബാഗ് വന്നിട്ട് നരോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ബാഗാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ നരോട്ടോ. പിന്നെ ഷിൻജാനും ഉണ്ട്. അപ്പോൾ ഇതിൽ 2 സിബ് വന്നിട്ടുണ്ട്, നേരത്തെ മിത്തുവിൻ്റെ പോലെ തന്നെ. പിന്നെ ഒരു പൗച്ചും ഉണ്ട്, പിന്നെ ബോട്ടിലിടാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവൻ്റെ ബാഗ്. പിന്നെ അവൻ്റെ ടിഫിൻ ബോക്സ് വന്നിട്ട് ഒരു സ്പൈഡർമാൻ തീമിലുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. നമ്മളിത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ നമുക്ക് ടിഫിനൊക്കെ വെക്കാൻ പറ്റിയതും പിന്നെ കറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിനോട് തന്നെ അറ്റാച്ച് ആയിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞ് പാത്രം പോലത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു മറ്റേ ബോക്സാണ് കേട്ടോ, ഒരു ബൈക്കിൻ്റെ തീമിലുള്ളൊരു ബോക്സാണ്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിലൊരു റബ്ബർ ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു ബോക്സിനോട് കിട്ടിയിട്ടുള്ള റബ്ബർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഇത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അതൊരു ആസ്ട്രോനട്ടിൻ്റെ തീമിൽ വന്നിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഈ ഓരോ ക്യാരക്ടർ തമ്മിലും ഒരു ബന്ധവും ഇല്ല കേട്ടോ, ഒട്ടും സെയിം അല്ല. പക്ഷേ മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ ക്യാരക്ടറാണ്. ബാഗ് ഇപ്പോൾ അതേ നരോട്ടോ ആണെങ്കിൽ, വാട്ടർ ബോട്ടിൽ ആസ്ട്രോനട്ടാണ്, പിന്നെ ടിഫിൻ ബോക്സ് സ്പൈഡർമാൻ ആണ്, ബോക്സ് ഇതേ ബൈക്കിൻ്റെ ഒരു തീമിലുള്ളതാണ്. അപ്പോൾ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്തായാലും ആ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ബ്ലൂ സംതിങ് അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഫൈനൽ സംഭവങ്ങളൊക്കെ. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു ആക്സസറീസൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത് കാണിക്കുക. ആക്സസറീസ് ഒരു സ്റ്റേഷനറീസ് എന്ത് പറയാം കുഴപ്പമില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പെൻസിൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ്, സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു റൈറ്ററിൻ്റെ ഒരു പെന്നാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഇങ്ങനത്തെ പെന്ന് നല്ല കളറുള്ള പെന്നായിരിക്കും കേട്ടോ. അടുത്ത് വന്നിട്ട് ഇതേ കുറച്ച് ലെക്സിയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, പെന്ന് തന്നെയാണ്. പിന്നെ ഞാനതേ 2 ഹൈലൈറ്റേഴ്സ് ഉണ്ട്, ഒരു ബ്ലൂയും പിന്നെ അതേ ഒരു പിങ്ക് ഹൈലൈറ്ററും ഉണ്ട് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇതേ ഒരു ഫെവി ഗമ്മാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഫെവി കോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വന്നിട്ട് ഇതേ ഒരു 2 വൈറ്റ്നസ് ആണ്, ഒരു ബ്ലൂയും പിന്നെ ഒരു പിങ്കും വന്നിട്ടുള്ള. ഉള്ളിൽ അതൊന്നല്ല, ഉള്ളു സാധാരണ വൈറ്റ് പോലെ തന്നെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു മറ്റേ വൈറ്റ്നർ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനും. പിന്നെ അടുത്തത് ഞാനിത് ഒരു മറ്റേ യെല്ലോ ഹൈലൈറ്റ് ഉണ്ടായിരുന്നു, ഇത് എന്നോട് നേരത്തെ കാണിക്കാൻ മറന്നതാണ്. ഇത് മറ്റേതുപോലെ അല്ല, കുറച്ച് വേറൊരു ഡിഫറെൻറ്റ് കമ്പനിയാണ് കേട്ടോ. പിന്നെ ഞാനത് നമ്മുടെ സ്റ്റേപ്പിളറിൻ്റെ പിന്നില്ലേ, അത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഈ ഒരു പിസ്തപ്പച്ച പോലത്തെ ഒരു കളറിലുള്ള ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നത് സ്റ്റീലിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഞാൻ കൂടുതലും അതാണ് ഉപയോഗിക്കാറ്. പ്ലാസ്റ്റിക്സ് ഞാൻ അധികം അങ്ങോട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. കൂടുതലും ഞാൻ സ്റ്റീൽ തന്നെയാണ്, എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതും അത് തന്നെയാണ്.
അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പി. പക്ഷേ എൻ്റെ ആദ്യത്തെ കുപ്പിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അടിയൊക്കെ കുറച്ച് ചതങ്ങി പോയിട്ട് അടി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മാറ്റിയെടുത്തത് കേട്ടോ. പിന്നെ ഞാനത് ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പൗച്ച് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ശരിക്കും ഒരു കള്ളിയുള്ള പൗച്ച് വാങ്ങാനിങ്ങനെ ആഗ്രഹം. പക്ഷെ ഇതിന് 2 കള്ളിയുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഫസ്റ്റ് കള്ളി എന്നോട് മറന്നു പോയതാട്ടോ. ഇത് ഇതിൻ്റെ കൂടെയുള്ള സ്കെയിലൊന്നുമല്ല, അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് നമ്മളെല്ലാം കൂടെ കവറിലിടുന്ന ടൈമിൽ സ്കെയിലല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൗച്ചിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. എന്നോട് എടുത്തൊക്കെ മറന്നതാണ്. അപ്പോൾ എന്തായാലും 2 കള്ളികളുള്ളൊരു പൗച്ചാണ്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സിബ്ബാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതേ പൗച്ചുണ്ട്, പിന്നെ ഞാൻ കാണിച്ചല്ലോ, പിന്നെ അതേ വാട്ടർ ബോട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ പിന്നെ വേറെ ബാഗൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്ക് ബാഗ് ഓൾറെഡി ഞാൻ 9th ഒരു മുക്കാലൊക്കെ ആയപ്പോൾ ഏകദേശം ആ ഒരു ടൈമിലോ അതോ പകുതി എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള ബാഗാണ്. 9th തുടങ്ങിയപ്പോൾ ആ ഒരു 9th ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായില്ല. അതെന്തായാലും പ്രത്യേകിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ബാഗ് വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ടിഫിൻ ബോക്സ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. അത് നല്ല ടിഫിൻ ബോക്സാണ്. ഇപ്പോഴും അതിനൊരു കേടുപാടുകളും ഇല്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സും വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പം ഈ വാട്ടർ ബോട്ടിലും പിന്നെ പൗച്ചും മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ വേറൊന്നും വാങ്ങിച്ചിട്ടില്ല. ലഞ്ച് ബോക്സും പിന്നെ ബാഗും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ലഞ്ച് ബോക്സ്. ഇതിന് വേണ്ടിയില്ല, പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ആ ഒരു തിളക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ബുക്കിൻ്റെ പൊതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു റോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉമ്മ കുറച്ച് ബുക്സൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തിനും ഐതിനും. അപ്പം ഇത് കുറച്ച് ബുക്കൊക്കെ ഇനി പൊതിയാനുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റ റോളായിട്ടോ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് നെയിം സ്ലിപ്പാണ് കേട്ടോ. നെയിം സ്ലിപ്പാന്ന് തോന്നില്ലേ പറയാം, നെയിം സ്ലിപ്പ് എന്നായിരുന്നു ഞാൻ ആദ്യം പറയാം കേട്ടോ. ശരിക്കും നെയിം സ്ലിപ്പാണല്ലേ. അപ്പോൾ എന്തായാലും 4 ഉണ്ട്. 2 ഒരു ഗേൾസ് തീമിലും 2 ഒരു ബോയ്സ് തീമിലും പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഐതുനും മിത്തുനും വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റിക്കറൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ളതാണിത് കേട്ടോ. ഇത് ബഡാ ബസാറിന്ന് നമ്മൾ ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേട്ടോ നെയിം സ്ലിപ്പ് അവർ തരും കേട്ടോ. ഞാൻ വേറെ വാങ്ങിച്ചതല്ല, അവർ തന്നതിനാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തത് വന്നിട്ട് നോട്ട്ബുക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നോട്ട്സാണ്. ഒരു A1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ നോട്ട്ബുക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു കമ്പനി A1 എന്നതും പിന്നെ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്. നമ്മൾ എത്ര നോട്ട്സ് എടുക്കുന്നോ അത്രയും നോട്ട്സ് നമുക്ക് ഫ്രീ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എത്ര നോട്ട്സാണോ അത്രയും പെന്നും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ 5 നോട്ട്ബുക്ക് ഫ്രീ കിട്ടും, പിന്നെ ഒരു 5 പെന്നും കിട്ടും. 10 നോട്ട്ബുക്കാണെങ്കിൽ 10 നോട്ട്ബുക്ക് ഫ്രീ കിട്ടും, പിന്നെ ഒരു 10 പെന്നും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു A1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ ഒരു നോട്ടിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 65 റുപ്പീസാണ് കേട്ടോ. പോപ്പിൻസിൻ്റെ എനിക്കറിയില്ല, അപ്പോൾ അവിടെ തീർന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ നോട്ട്ബുക്കിനും ഈ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ ചിലതിന് 3 വാങ്ങുകയാണെങ്കിൽ 1 ഫ്രീ. ക്ലാസ്മേറ്റ് എനിക്ക് തോന്നുന്നു 3 വാങ്ങുകയാണെങ്കിൽ 1 ഫ്രീ, പിന്നെ 6 വാങ്ങുകയാണെങ്കിൽ 2 ഫ്രീ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പ്ലസ് അത്രയും പേന കിട്ടത്തില്ലെങ്കിലും കുറച്ച് 1-2 പേനയൊക്കെ എന്തായാലും കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ. പിന്നെ എൻ്റെ നോട്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു കോളേജ് നോട്ടാണ് കേട്ടോ. വലിയ നോട്ടല്ല, നമ്മുടെ സാധാ നോട്ടില്ലേ അതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റ് ആട്ടോ പറഞ്ഞിട്ടുള്ളതും. പിന്നെ ഇത് ഐതുവിൻ്റെയും മിത്തുവിൻ്റെയും നോട്ടുകളാണ് കേട്ടോ. അതെ, ഇത്രയും നോട്ടുകളുണ്ട് കേട്ടോ. അവർക്ക് 2 പേർക്കും കൂടെ ഉള്ള നോട്ട് ബുക്കുകളാണ്. ക്ലാസ്മേറ്റിൻ്റെതും അങ്ങനെ ഏതൊക്കെ കമ്പനി ഉണ്ട്. മുകളിലുള്ള എനിക്ക് വായിക്കാൻ കിട്ടുന്നത് CPO അങ്ങനെ എന്തൊക്കെ കമ്പനിയുടെ ആണ്. അപ്പോൾ ഇതാണ് ഐതുവിൻ്റെയും മിത്തുവിൻ്റെയും ടോട്ടലായിട്ടുള്ള ഐതുവിൻ്റെ മിത്തുവിൻ്റെ മാത്രമല്ല എൻ്റെതും ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ടോട്ടലായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ടോട്ടൽ എന്ന് പറയാനായിട്ടില്ല കേട്ടോ, നമ്മൾ കിറ്റ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കിറ്റ് നമ്മൾ കുറേ തപ്പി കേട്ടോ. നമ്മൾ ഓരോ ഷോപ്പിലിങ്ങനെ അറിയുന്ന ഷോപ്പിലൊക്കെ നോക്കി, പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. കിറ്റ് മിത്തുവിനാണെങ്കിൽ യൂണിക്കോണിൻ്റെ കിറ്റ് വേണം, ഐതുവിന് പിന്നെ ഒരു ബ്ലാക്ക് തീമിലുള്ളൊരു കിറ്റ് വേണം. കാരണം അവരുടെ ടോട്ടലി ബാഗൊക്കെ ആയിട്ട് ഒരു മാച്ചായി പോകുന്ന ടൈപ്പ് കിറ്റ് വേണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ മിത്തുവിന് അതുകൊണ്ട് ഞങ്ങൾ യൂണിക്കോണിൻ്റെ കിറ്റും പിന്നെ ഐതുവിന് ഷിൻജാൻ്റെ കിറ്റും ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് ജൂൺ 5 വരുള്ളൂ. പിന്നെ ഞങ്ങൾ കുട വാങ്ങിച്ചിട്ടില്ല, കാരണം ഇവർ വാനിലാണ് പോവുക. പിന്നെ എനിക്ക് ഓൾറെഡി കുട ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഈ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടല്ലേ. ഒരു സൈഡിൽ പിങ്ക്, ഒരു സൈഡിൽ ബ്ലാക്ക്, ബ്ലൂ, പിന്നെ നോട്ട്ബുക്സും ഒക്കെ വെച്ചിട്ടുണ്ട്.
അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ എവിടെ എത്തി, എങ്ങനെ പോകുന്നു, കഴിഞ്ഞോ എന്നൊക്കെ പറയുക കേട്ടോ. സോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ഇറ്റ്സ് മീ റിഫ. ബൈ.